ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ തോരനാണ്. നല്ല ടേസ്റ്റിയായ കുമ്പളങ്ങ തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ കഷ്ണം കുമ്പളങ്ങയാണ്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നു. നമ്മൾ കനം കുറച്ച് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്, എന്നാലേ അത് പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 4 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അത് ഉണ്ടാക്കാൻ വേണ്ടത്. അതിനിയും ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ആദ്യമേ തേങ്ങായും പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ വേണം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി പിന്നീടാണ് ചേർക്കുന്നത്. ഈ ചതച്ച് ചേർക്കുമ്പോൾ ഇപ്പോൾ ചേർക്കുന്നില്ല. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങായും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും ചേർത്ത് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചതയ്ക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തില്ല. ഞാൻ മിക്സിയിൽ എപ്പോഴും ഇതുപോലെയാണ് മഞ്ഞൾപ്പൊടി ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. കാരണം മിക്സിയുടെ ജാറിലെല്ലാം കളറാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞങ്ങളുടെ ഇവിടെ തന്നെ ഉണ്ടായ കുമ്പളങ്ങയാണിത്. നേരത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ഞങ്ങളുടെ വീട്ടിലെ കൃഷിയുടെ ഇത്. ഇതും ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ വഴറ്റി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ മിക്സി ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. കുമ്പളങ്ങ വെന്തു കുഴഞ്ഞു പോകും. നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. നമ്മുടെ കുമ്പളങ്ങ വേകാനായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. കുമ്പളങ്ങ പകുതി വേവേ ആയിട്ടുള്ളൂ. നമുക്ക് കുറച്ചും കൂടെ വേവിച്ചെടുക്കണം. ഇത് 2-3 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ചു വേവിക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് നമുക്കിത് ഇളക്കി കൊടുക്കണം. നമ്മുടെ കുമ്പളങ്ങാത്തോരൻ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട്. നമുക്കിനിയും അത് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടി നമുക്കിത് കുറച്ചു നേരം കൂടെ ഒന്ന് ഉലർത്തിയെടുക്കാം. ഇളവൻ ടൈപ്പുള്ള കുമ്പളങ്ങ എടുക്കുവാണെങ്കിൽ ഇതുപോലെ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കരുത്, അല്ലാതെ തന്നെ ഇത് വേകും. നമ്മുടെ ടേസ്റ്റിയായ കുമ്പളങ്ങ തോരൻ റെഡിയായി. അതിനി ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ തോരനാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു തോരനാണിത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.